بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد سورة الصف ആണിന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്തു സഫ് മദനിയായ സൂറത്താണ്. ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ ഒരു സബബ്, ഒരു കാരണം ഇമാം അഹ്മദും അതുപോലെ ഇമാം തിർമിദിയും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജാമിഇൽ കാണാം عن عبد الله بن عبد الرحمن الدارمي حدثنا محمد بن كثير عن الأوزاعي عن يحيى بن أبي كثير عن أبي سلمة عن عبد الله بن سلام قال. ഇമാം തിർമിദി ഈ സനദിലൂടെ റിവായത്ത് ചെയ്യുന്നു. അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി قال قعدنا نفرا من أصحاب رسول الله صلى الله عليه وسلم. അദ്ദേഹം പറയുന്നു, അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖഅദ്ന ഞങ്ങൾ ഇരിക്കുകയായിരുന്നു, നഫറൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ കുറച്ചു പേർ ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫതദാക്കർന അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഫഖുൽന നമ്മൾ പറഞ്ഞു, ലൗ നഅലമു അയ്യൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി ലഅമിൽനാഹ്, നമുക്കറിയുമായിരുന്നുവെങ്കിൽ അയ്യൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് നമുക്കറിയാമായിരുന്നുവെങ്കിൽ ലഅമിൽനാഹ്, നമുക്കത് ചെയ്യാമായിരുന്നു. ഫഅൻസലല്ലാഹു തആല അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചു, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഈ സൂറത്ത് അള്ളാഹു അവതരിപ്പിച്ചു. കാരണം ഇതിൽ അള്ളാഹു അമലുകളിൽ അവൻ ഇഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തോന്നിയവാസികൾ തോന്നിയതുപോലെ ചെയ്യുന്നതിനല്ല ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത്. മറിച്ച് അതിൻ്റെ നിബന്ധനകൾ പൂർത്തിയായാൽ ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിൽ ചെയ്യുന്നത് മാത്രമാണ് ഇസ്ലാമിലെ യുദ്ധം. അത് അള്ളാഹു അവർക്ക് ഈ സൂറത്തിൽ പ്രത്യേകമായി അവരോട് അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അതാകട്ടെ അങ്ങനെ വന്നപ്പോൾ ചിലർക്ക് അത് പ്രയാസകരമായി. അപ്പോൾ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, അള്ളാഹുവിങ്കൽ നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത് അവൻ്റെ മഖ്ത് കൊണ്ട്, കോപത്താൽ കഠിനമായിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി ഇവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖറഅഹാ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ച് ഇത് മുഴുവനായി ഓതി തന്നു. ആരാണ് പറയുന്നത്? അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. അപ്പോൾ ഞാൻ നേരത്തെ വായിച്ച സനദിലുള്ള അബ്ദുല്ലാഹി ബിൻ സലാമിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന താബിഈ അബൂ സലമ ഇബ്ൻ അബ്ദുറഹ്മാൻ, അബൂ സലമ ഇബ്ൻ അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ മകനായ താബിഈയാണ് അബൂ സലമ ഇബ്ൻ അബ്ദുറഹ്മാൻ. അദ്ദേഹം മിനൽ ഫുഖഹാഇൽ മദീന സബഅ, മദീനയിലെ 7 ഫുഖഹാക്കളിൽ താബികളുടെ കാലത്ത് മദീനത്തുണ്ടായിരുന്ന 7 മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് ആര്? അബൂ സലമ ഇബ്ൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അദ്ദേഹം പറഞ്ഞു, ഫഖറഅഹാ അലൈനാ ഇബ്ൻ സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സലാമിനും സഹാബത്തിനും ഇത് ഓതി കൊടുത്തല്ലോ, ഞങ്ങൾക്കിത് അബ്ദുല്ലാഹി ഇബ്നു സലാം മുഴുവനായി ഓതി തന്നു. ആരാണ് പറയുന്നത്? അബൂ സലമ ഇബ്ൻ അബ്ദുറഹ്മാൻ എന്ന താബിഈ. ഖാല യഹ്യ, അദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്ത യഹ്യ ഇബ്നു അബി കസീർ അൽ യമാമി റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, ഫഖറഅഹാ അലൈനാ അബൂ സലമ, അബൂ സലമ ഈ ഹദീസ് പറഞ്ഞിട്ട്, അബൂ സലമ ഇബ്ൻ അബ്ദുറഹ്മാൻ എന്ന താബിഈ ഈ ഹദീസ് പറഞ്ഞിട്ട് ആ സൂറത്ത് മുഴുവനായി ഞങ്ങൾക്ക് ഓതി തന്നു. ഖാല യഹ്യ ഇബ്നു അബി കസീർ, എന്നിട്ട് യഹ്യ ഇബ്നു അബി കസീർ മുഹമ്മദ് ഇബ്നു കസീർ
പറഞ്ഞു, ഞങ്ങൾക്ക് ഇമാം ഔസാഇ യഹ്യ ഇബ്നു അബി കസീറിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഔസാഇ പറഞ്ഞു, ഞങ്ങൾക്ക് യഹ്യ ഇബ്നു അബി കസീർ ഇതതുപോലെ ഓതി തന്നു. ഔസാഇയിൽ നിന്ന് മുഹമ്മദ് ഇബ്നു കസീർ പറഞ്ഞു, ഔസാഇ ഞങ്ങൾക്ക് ഇതുപോലെ ഓതി തന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇമാം തിർമിദിക്ക് ഹദീസ് പറഞ്ഞു കൊടുത്ത അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദാരിമി, ഇദ്ദേഹമാണ് ഇമാം അദ്ദാരിമി, അദ്ദേഹത്തിന് പ്രസിദ്ധമായൊരു ഹദീസിൻ്റെ കിതാബുണ്ട്. അദ്ദേഹം ഇതുപോലെ ഞങ്ങൾക്ക് ഈ സൂറത്ത് മുഴുവനായി ഓതി തന്നു. അതുകൊണ്ട് പല പണ്ഡിതന്മാർക്കും ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്ന വളരെ ബലവത്തായ സനദിലൂടെ ഈ സൂറത്ത് റിവായത്ത് കിട്ടിയിട്ടുണ്ട്. ഖിറാഅത്തിനും എന്തുണ്ട്, ഹദീസിനുള്ളതുപോലെ റിവായത്തുകളുണ്ട്, സനദ് കൊണ്ടുള്ള റിവായത്ത് ഉണ്ട്. ഇമാം അദ്ദഹബി അതിൽ വളരെ ഒരുപാട് സനദിലൂടെ മുസ്ഹഫ് ഖിറാഅത്ത് കിട്ടിയിട്ടുള്ള ആളാണ്. ആര്? ഇമാം അദ്ദഹബി, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യനായ ഇമാം അദ്ദഹബി, ഇബ്നു തൈമിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ഇബ്നു കസീറും അങ്ങനെ തന്നെ. ഇബ്നു കസീർ പറയുന്നുണ്ട്, എനിക്ക് ഈ സനദിലൂടെ, നല്ലൊരു സനദിലൂടെ ഈ സൂറത്ത് ഈ ദഹബിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സൂറത്ത് സഹാബത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് ഇത് ഓതിക്കൊടുക്കുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ كبر مقتا عند الله أن تقولوا ما لا تفعلون إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص. അള്ളാഹു തസ്ബീഹ് കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത്. സബ്ബഹ ലില്ലാഹ്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അവനെ പരിശുദ്ധപ്പെടുത്തുന്നു. തസ്ബീഹ് എന്നാൽ തൻസീഹുല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണെന്ന് പറയലാണ്. അവനെക്കുറിച്ച് ഇല്ലാത്തത് ആരൊക്കെ എന്തൊക്കെ കെട്ടിച്ചമച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അവനില്ലാത്ത എല്ലാ സിഫത്തുകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് തസ്ബീഹ്. എന്നാൽ തഹ്മീദ്, അൽഹംദുലില്ലാ എന്ന് പറയൽ അള്ളാഹുവിനുള്ള എല്ലാ മുന്തിയ സിഫത്തുകളും പരിപൂർണമായ സിഫത്തുകളും അവനുണ്ടെന്ന് പറയലാണ്. അതുകൊണ്ടാണ് തസ്ബീഹും തഹ്മീദും പലപ്പോഴും ഒരുമിച്ച് വരുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണല്ലോ അബൂ ഹുറൈറയുടെ ഹദീസ്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അവസാനത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസ്. ഒന്നാമത്തേത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഹദീസ് ഉമർ. അവസാനത്തെ ഹദീസ് ഹദീസ് അബീ ഹുറൈറ. قال رسول الله صلى الله عليه وسلم كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. كلمتان രണ്ട് വാക്കുകൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, പറയാൻ നാവിന് വളരെ എളുപ്പമുള്ളതാണ്, ഭാരമില്ലാത്തതാണ്. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ തുലാസിൽ, നാളെ ഖിയാമത്ത് നാളിൽ അമലുകൾ തൂക്കി നോക്കുന്ന തുലാസ് മീസാൻ, അത് ഹക്കാണ്, അത് ഹഖീഖത്താണ്, മജാസല്ല. ചില ആളുകൾ പറയും സാങ്കല്പികമായ ആലങ്കാരികമായ തുലാസ്. ആലങ്കാരികമൊന്നല്ല, ഹഖീഖത്തായ മീസാനാണ്. അതൊന്നും ആലങ്കാരികമല്ല. എങ്ങനെ അമല് തൂക്കുക? അമലെങ്ങനെ തൂക്കാൻ പറ്റുക? അള്ളാഹു തൂക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ അത് ഹക്ക് തന്നെയാണ്, ഹഖീഖത്ത് തന്നെയാണ്, മജാസല്ല, ആലങ്കാരികമല്ല. അത് വെറുതെ മജാസിയായി പറഞ്ഞതല്ല. ഇങ്ങനെ മജാസ് പറഞ്ഞ് കിതാബിലും സുന്നത്തിലും വന്ന് കാര്യങ്ങളെ നിഷേധിക്കൽ പിഴച്ച കക്ഷികളുടെ സ്വഭാവമാണ്. മുഅ്തസിലത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രം സ്വീകരിക്കുന്ന ആളുകളാണ് എന്തിൻ്റെ ആളുകൾ. അവർക്ക് തൊട്ടതും പിടിച്ചൊക്കെ മജാസായിരിക്കും. മജാസ് പറഞ്ഞ ആലങ്കാരിക പ്രയോഗം, അത് യഥാർത്ഥത്തിൽ പറഞ്ഞതല്ല, ഹഖീഖത്തല്ല, മജാസിയാണ് എന്ന് പറയുക ഇവരുടെ സ്വഭാവമാണ്. മജാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ ആലോചിക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇവരുടെ മജാസി വാദത്തെ ശക്തമായി തെളിവുകൾ കൊണ്ട് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിൻ്റെ മീസാനിൽ നാളെ പരലോകത്ത് ഭാരമേറിയതാണ് ഈ രണ്ട് കലിമത്തുകൾ. ഹബീബത്താനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ ദിക്ർ എത്രയും ചൊല്ലാം. മുത്ലഖായാണ് വന്നിട്ടുള്ളത്. വമാ അത്ലഖ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ലഖ്നാ വമാ ഖയ്യദ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖയ്യദ്നാ. അള്ളാഹുവിൻ്റെ റസൂൽ മുത്ലഖായി പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുത്ലഖായി ചൊല്ലും. എണ്ണം പറയാതെ ഏത് സമയത്ത് എത്രയും ചൊല്ലാമെന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ ചൊല്ലാം. അതിനില്ലാത്ത എണ്ണം നിശ്ചയിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം നിശ്ചയിച്ചു പറഞ്ഞിട്ടുണ്ടോ, സന്ദർഭം പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ആ സന്ദർഭത്തിൽ ആ എണ്ണത്തിൽ ചൊല്ലുക. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പല എണ്ണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പല എണ്ണങ്ങളിൽ ചൊല്ലാം, അതല്ലാതെ മാറ്റാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ ദിക്ർ ഹദീസിൽ വന്നത് തന്നെ ആയിരിക്കും, പക്ഷേ അതിനില്ലാത്ത സന്ദർഭം പറയും, ഇല്ലാത്ത എണ്ണം പറയും, അപ്പോൾ അത് ബിദ്അത്താകും. അതാണ് ചില ദിക്റിൻ്റെ പുസ്തകങ്ങളിലുള്ളത്. മൻസിൽ, മഫാസ്, എല്ലാ സാധുക്കളായ പല മുസ്ലിങ്ങളും ഒരുപാട് സാധുക്കൾ വേറെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ദിക്റല്ലേ, അതിലെന്താ ഉള്ളത്? ഒന്നുമില്ല, ഒരു ശുർക്കുമില്ല, ഖുർആനിൽ ആയത്തുകളാണുള്ളത് എന്നാണ് സാധുക്കളായ പലരും പറയുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ പല സാധുക്കൾ വരെ ഇത് നോക്കി ചൊല്ലുന്നുണ്ട്. കാരണം അതിലുണ്ടാവും ഖുർആനിലെ ആയത്തുകൾ, ദിക്റുകൾ, പക്ഷേ ഇല്ലാത്ത എണ്ണമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യത്തിന് ചൊല്ലാൻ പറയുന്നു. എന്തെങ്കിലും സാധനം കാണാതെ ആയാൽ ഈ ആയത്ത് ഇത്ര തവണ ചൊല്ലുക. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ്. ഒരണുമണി തൂക്കമുള്ള സംഗതിയാണെങ്കിലും അതെവിടെ കൊണ്ടുവച്ചാലും അള്ളാഹു കൊണ്ടുവരും. ഈ ആയത്ത് എന്ത് കാണണ്ട, ഈ ആയത്ത് ചൊല്ലിക്കോ, ഇത്ര തവണ ചൊല്ലിക്കോ. ജോലി ശരിയാകുന്നില്ല, അപ്പോൾ ഈ ആയത്ത് ചൊല്ലിക്കോ, ഇത് ഇത്ര തവണ. അപ്പോൾ സാധുക്കൾ വായിച്ചത് ഖുർആനിലെ ആയത്തിൽ ഇതിൽ വേറൊന്നുമില്ലല്ലോ എന്ന് ആളുകൾ വിചാരിക്കും. പക്ഷേ ഇത് ബിദ്അത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനൊരു സന്ദർഭത്തിൽ അത് ചൊല്ലാൻ. ദാരിദ്ര്യം വരാതിരിക്കാൻ ആ പറയുന്ന ദിക്ർ അത്ര തവണ ചൊല്ലാൻ നബി പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഇതിറക്കുന്നൊരു മൗലവി ഉണ്ട് അത്ര, അദ്ദേഹം ചാനലിലൊക്കെ വന്ന് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. എല്ലാത്തിനും മൂപ്പുറത്ത് ദിക്റുണ്ട്. എന്ത് പ്രശ്നം വന്ന് കത്തെഴുതിയാലും ദിക്ർ പറഞ്ഞു കൊടുക്കും. ഇത്ര തവണ ചൊല്ലിയാൽ മതി. 6666, 9999, എന്ത് പ്രശ്നം പറഞ്ഞാലും ഈ ദിക്ർ. അപ്പോൾ ഒരാൾ ഇദ്ദേഹത്തോട് എഴുതി ചോദിച്ചു, നിങ്ങളെ പരിപാടി അരമണിക്കൂർ മാത്രമേ ഉള്ളൂ, ഇത് പോരാ, നമുക്ക് ഈ എൽമ് നുകർന്നിട്ട് മതിയാകുന്നില്ല, അതുകൊണ്ട് ഒരു മണിക്കൂറാക്കണം എന്ന് ഒരു കത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ 1 മണിക്കൂറാക്കണം, പക്ഷേ സ്പോൺസർ കിട്ടുന്നില്ല. ഈ ടി വിയിൽ പരിപാടിക്ക് സ്പോൺസർ വേണമല്ലോ, പരസ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ചാനലുകൾ അവർക്ക് സമയം കൊടുക്കുക. അതുകൊണ്ട് സ്പോൺസർ ഇല്ല. അതുകൊണ്ട് നമുക്ക് സ്പോൺസറെ ആരെങ്കിലും സംഘടിപ്പിച്ച് തരണം, ഏതെങ്കിലും ജ്വല്ലറിയോ ഏതെങ്കിലും ടെക്സ്റ്റൈൽസോ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതിന് മാത്രം മുമ്പ് ദിക്റില്ല. മുമ്പ് പരിപാടി അരമണിക്കൂറുള്ളത് 1 മണിക്കൂറാക്കാനുള്ള ദിക്ർ മാത്രം മുമ്പെടുത്തില്ല. എന്നാൽ ബാക്കി ഏത് പ്രശ്നത്തിനും, ജോലി പോയോ ജോലി ഇട്ടാനുള്ള ദിക്റുണ്ട്, പ്രൊമോഷൻ പോണോ അതിനുള്ള ദിക്റുണ്ട്, മുതലാളി ശമ്പളം കൂട്ടി തരുന്നില്ല അതിനുള്ള ദിക്റുണ്ട്, എല്ലാത്തിനും ദിക്റുണ്ട്. ഇതിന് മാത്രം ദിക്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിക്റുകൾ ആണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പുറമേക്ക് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ശരിയാണല്ലോ, ഖുർആനിലെ ആയത്തല്ലേ പറയുന്നത്, റസൂലുള്ളാഹിന്റെ നല്ല ദിക്റുകളല്ലേ പറയുന്നത്. പക്ഷേ ഇങ്ങനെ വലിയ അപകടങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ വ്യാപകമായി ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ജനങ്ങളെ ആകർഷിക്കുന്ന പല പ്രാസംഗികന്മാരുടെയും ശൈലി ഇതാണ്. നേർക്ക് നേരെ പച്ച ശിർക്കും കുഫറും വേറെ ചില മൗലവിമാർ പറയുന്നത് പോലെ അവർ പറയുകയില്ല. കേൾക്കുമ്പോൾ പൊതുവായ കുറേ വിഷയങ്ങൾ നല്ല ഈണത്തിലും ശൈലിയിലുമൊക്കെ ചൊല്ലി ആളുകളെ കുപ്പിയിലാക്കും. പക്ഷേ ഉള്ളിലുള്ളത് വളരെ നിലവാരമില്ലാത്ത, വളരെ ചീഞ്ഞ ഖുറാഫാത്താണ് ഉള്ളിലുള്ളത്. അതിടക്ക് പുറത്ത് ചാടും. ഇത് കുറേ കാലം മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ, പുറത്ത് ചാടും ചിലത്. നോക്ക്, ഇവരൊക്കെ ചില ആളുകൾ തൗഹീദിൻ്റെ ആളുകളാണ് ഇവരെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നോക്കി ഇവരുടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളൊക്കെ നടക്കുന്നതാ അധിക ഉറൂസുകളിലാണ്, ദർഗകൾ, അതിൻ്റെ
അത് അവിടെ വെച്ച് നടക്കുന്ന ഉറൂസുകൾ, ആ ദർഗയുടെ സമ്മേളനങ്ങൾ, ഇതിനൊക്കെയാണ് ഈ ഖൗം പോയി പ്രസംഗിക്കുന്നത്. എന്നിട്ട് എല്ലാ ഖുറാഫാത്തിനും അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുവരെ ഇവരുടെ തന്നെ പഴയകാല മുസ്ലിയാക്കന്മാർ പറയാത്ത തെളിവുകൾ, കള്ളത്തെളിവുകൾ ശിർക്കിനും ഖുറാഫാത്തിനും ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിനുമൊക്കെ ഇല്ലാത്തത് കൊണ്ടുവരുന്നു. അപ്പം ഇത് വളരെ മറ്റുള്ള നേർക്ക് നേരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാം എന്ന് ഒരു ലജ്ജയുമില്ലാതെ പറയുന്ന മുസ്ലിയാക്കന്മാരെക്കാളും അപകടമാണ് ഈ സാധനങ്ങൾ. കാരണം ഇവർ ജനങ്ങളെ ആകർഷിക്കുന്നത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. തൗഹീദുള്ള ചില മനുഷ്യന്മാർ വിചാരിക്കുക അയാൾ നല്ല സംഗതികളാണല്ലോ, ഉള്ളിലുള്ളത് മുഴുവൻ ഖുറാഫാത്തുകളാണ്. ഇതുപോലെ കള്ളക്കഥകളും കള്ള ഹദീസുകളും ബിദഅത്തുകളും അവരുടെ ഉള്ളിലൂടെ പ്രചരിപ്പിക്കുന്നു. കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പഠിപ്പിക്കാത്ത ദിക്റുകൾ എണ്ണം പഠിപ്പിക്കാതെ എത്രയും ചൊല്ലാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അത് അള്ളാഹുവിന് ഹബീബായ ദിക്റുകളാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്നാൽ അവനെ പരിശുദ്ധപ്പെടുത്തുക, അവനെ തഹ്മീദ് ചെയ്യുക എന്നാൽ അവനെ സ്തുതിക്കുക, അഥവാ അവനുള്ള അവൻ്റെ ഏറ്റവും നല്ല എല്ലാ സിഫത്തുകളും അവനുണ്ടെന്ന് പറയുക. സബ്ബഹ ലില്ലാഹ്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എന്തോ അതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹുവാണ് അൽ അസീസ്, അതുപോലെ അൽ ഹക്കീം. അൽ അസീസ് എന്നാൽ പരിപൂർണമായ ഇസ്സത്തുള്ളവൻ. അവൻ്റെ ഇസ്സത്ത് എത്രത്തോളം എന്നാൽ അവൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയുകയില്ല, അവനെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവനാണ് എല്ലാവർക്കും ഇസ്സത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവൻ. അങ്ങനെയുള്ള അസീസാണ് അവൻ. അൽ ഹക്കീം എന്നാൽ അവനാണ് പരിപൂർണമായ ഹിക്മത്തും ഹുക്മുമുള്ളവൻ. ഹിക്മത്ത് എന്നാൽ വദ്ഉ ശൈഇ അലാ മൗദിഇഹി, ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് വെക്കലാണ്. യുക്തി എന്നതിന് മലയാളത്തിൽ അർത്ഥം പറയാവുന്നതാണ്. പരിപൂർണമായ ഹിക്മത്തുള്ളവൻ റബ്ബാണ്. അതുപോലെ ഹുക്മ അവൻ്റെതാണ്, തീരുമാനം അവൻ്റെതാണ്. അവൻ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ്റെതാകുന്നു ഖൽഖും അമ്രും, സൃഷ്ടിപ്പും തീരുമാനവും റബ്ബിൻ്റേതു മാത്രമാകുന്നു. അങ്ങനെയുള്ള ഹക്കീമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹക്കീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സഹാബത്ത് പറഞ്ഞു റളിയല്ലാഹു അൻഹും, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹു വിളിച്ചാൽ നീ നിന്റെ കാതു കൊടുത്ത് കേൾക്കുക. ഒന്നുകിൽ അള്ളാഹു നിന്നോട് വല്ല കാര്യവും കൽപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വല്ല കാര്യവും അവൻ നിന്നോട് വിരോധിക്കുകയായിരിക്കും. അതുകൊണ്ട് നീ നിന്റെ കാതുകൾ കൂർപ്പിച്ച് കേൾക്കുക. അള്ളാഹു അവൻ്റെ കിതാബിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന, നിങ്ങൾ എന്തിനാണ് പറയുന്നത്, മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത്. കബുറ മഖ്തൻ, അള്ളാഹുവിങ്കൽ കബുറ വലുതായിരിക്കുന്നു. മഖ്തൻ, അള്ളാഹുവിൻ്റെ മഖ്ത് എന്നാൽ കോപം. അള്ളാഹുവിൻ്റെ സിഫത്താണ് മഖ്ത്. അവനുദ്ദേശിക്കുന്നവരോട്, പാപികളോട്, ദോഷികളോട് അവന് മഖ്ത് ഉണ്ടാകും. ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ മഖ്ത് വലുതായിരിക്കുന്നു. അൻ തഖൂലു, നിങ്ങൾ പറയുക എന്നത്, മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. അല്ലദീന യുഖാതിലൂന, ഖിതാലിൽ ഏർപ്പെടുന്നവർ, യുദ്ധം ചെയ്യുന്നവർ, ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ, സഫായിക്കൊണ്ട്, അണിയണിയായിക്കൊണ്ട്. കഅന്നഹും, അവരേതുപോലെയുണ്ട്, ബുനിയാനുൻ, ഒരു കെട്ടിടം പോലെ, മർസൂസുൻ, ബലവത്തായ വിടവുകളില്ലാത്ത ഒരു കെട്ടിടം പോലെ സഫായി നിന്ന് അള്ളാഹുവിൻ്റെ സബീലിൽ ഖിതാൽ നടത്തുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു. മർസൂസ് എന്നാൽ എന്താണ്, വിടവില്ലാത്തത്. സഫിൽ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടല്ലോ, തറാസൗ, ഗ്യാപ്പ് അടച്ച് നിൽക്കുക, വിടവ് അവശേഷിപ്പിക്കാതെ നിൽക്കുക എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഈ ആയത്തിലുണ്ട് ഇൻകാറുൻ അലാ മൻ യഅദു വഅദൻ ഔ യഖൂലു ഖൗലൻ ലാ യഫീ ബിഹി, വല്ല വാഗ്ദാനവും പറയുകയോ വല്ല വാക്കും പറയുകയോ എന്നിട്ട് അത് പൂർത്തിയാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഇൻകാർ ചെയ്യലുണ്ട് ഈ ആയത്തിൽ. അള്ളാഹു ഈ ആയത്തിലൂടെ എതിർത്തിരിക്കുന്നു. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, പ്രസിദ്ധമായ ഹദീസിൽ, മുത്തഫഖുൻ അലൈഹി ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ, ആയത്തുൽ മുനാഫിഖ് സലാത്ത്, ഇദാ വഅദ അഖ്ലഫ് വഇദാ ഹദ്ദസ കദബ് വഇദാ തുമിന ഖാൻ. ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ മുനാഫിഖിൻ്റെ അടയാളം 3 എണ്ണമാകുന്നു. സംസാരിച്ചാൽ കളവ് പറയും,
വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, വിശ്വസിക്കപ്പെട്ടാൽ അവൻ ആരെങ്കിലും വിശ്വസിച്ചാൽ ഖാൻ വഞ്ചിക്കും. അതുപോലെ ഫിൽ ഹദീസിൽ ആഖരി ഫിൽ സഹീഹ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള, മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ, ആരിലെങ്കിലും 4 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവൻ കലർപ്പില്ലാത്ത മുനാഫിഖാണ്. വമൻ കാനത് ഫീഹി വാഹിദത്തുൻ മിൻഹുന്ന കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻ നിഫാഖ് ഹത്താ യദഅഹ, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിഫാഖിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്ന് അവനിലുണ്ട്, അവനത് ഒഴിവാക്കുന്നതുവരെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതും അതുപോലെ വൈദ ഖാസമ ഫജർ, തർക്കമുണ്ടായാൽ ഫജർ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കും തർക്കം ജയിക്കാൻ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കും. അതാണ് വൈദ ഖാസമ ഫജർ എന്നതിൻ്റെ ശരിയായ അർത്ഥം. ഇതിൽ നബി ഇബ്നു കസീർ പറയുന്നു ഫദക്കറ മിൻഹുന്ന ഇഖ്ലാഫൽ വഅദ്, ഈ മുനാഫിഖിൻ്റെ സ്വഭാവത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ലംഘിക്കുക എന്നത് പറഞ്ഞിരിക്കുന്നു. ഈ ആയത്തിലും അത് അള്ളാഹു എതിർക്കുന്നു, പറഞ്ഞത് ചെയ്യാതിരിക്കുക എന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലു, അള്ളാഹുവിങ്കൽ കോപം വളരെ വലുതായിരിക്കുന്നു നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ എന്ന സഹാബി പറയുന്നു അതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന സബിയ്യുൻ, റസൂലുള്ളാഹി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, ഞാൻ അന്നൊരു ചെറിയ കുഞ്ഞായിരുന്നു. ഫദഹബ്തു ലിഅഖ്റുജ ലിഅൽഅബ്, അപ്പോൾ ഞാൻ പുറത്തുപോയി കളിക്കാൻ പുറത്തിറങ്ങാൻ പോയപ്പോൾ ഫഖാലത് ഉമ്മി, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു യാ അബ്ദുല്ലാഹ് തആൽ, ഇങ്ങോട്ട് വാ, ഉഅതിക്, എന്നാ ഇത് തരാം, വാങ്ങി വാ എന്ന് പറഞ്ഞു. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി എൻ്റെ ഉമ്മയോട് പറഞ്ഞു വമാ അറദ്ത അൻ തുഅതിയഹ്, എന്താണ് മോന് കൊടുക്കാൻ പോകുന്നത്? തരാന്ന് പറഞ്ഞിട്ടല്ലോ വിളിക്കുന്നത്, എന്താ കൊടുക്കാൻ പോകുന്നത്? ഖാലത് തംറ, കാരക്ക കൊടുക്കാൻ പോവുകയാണ്. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമാ ഇന്നക ലൗ ലം തഫഅലി, നീ അങ്ങനെ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കുതിബത് അലൈക കദ്ബ, നിന്റെ മേലൊരു കളവ് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. അപ്പം നോക്ക്, കെദിബ് അത് ഒരു നിലക്കും പാടില്ലാത്ത, ഇത് ഒരു വാദാണ്, അത് ലംഘിക്കുകയാണ്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കെദിബ് രേഖപ്പെടുത്തപ്പെടും, കുട്ടികളോട് പോലും. അതുകൊണ്ട് കുട്ടികളെ പേടിപ്പിക്കേണ്ടതും കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടതൊന്നും കളവ് പറഞ്ഞിട്ടല്ല, ഉള്ളത് പറഞ്ഞിട്ടാണ് മര്യാദ പഠിപ്പിക്കേണ്ടത്, കളവ് പറഞ്ഞിട്ടല്ല. കെദിബ് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന الصدق يهدي إلى البر وإن البر يهدي إلى الجنة وإن الرجل لا يصدق ويتحرى الصدق حتى يكتب عند الله صديقا وإياكم والكذب فإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار فإن الرجل يكذب ويتحرى الكذب حتى يكتب عند الله كذابا. നിങ്ങൾ സത്യം പറയണം, അലൈക്കും ബിസ്സിദ്ഖ്, സത്യസന്ധത മുറുകെ പിടിക്കണം. ഫൈന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത ബിറിലേക്ക്, നന്മയിലേക്ക് നയിക്കും. വൈനൽ ബിറ യഹ്ദി ഇലൽ ജന്ന, ആ നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. വൈനർ റജുല ലാ യസ്ദുഖ്, ഒരാൾ സത്യം പറയും. വയതഹറ സിദ്ഖ്, സത്യം എന്നും പറയാൻ അവൻ ശ്രദ്ധിക്കും, സത്യം മാത്രം പറയാൻ ശ്രദ്ധിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ, അങ്ങനെ ഒടുവിൽ അവൻ എന്താകും? അല്ലാഹുവിങ്കൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തിയാൽ സുബ്ഹാനല്ലാഹ്, നബിമാരുടെ തൊട്ടുടനെയാണ് അള്ളാഹു സിദ്ദീഖുകൾ പറഞ്ഞത്. മൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഹസുന ഉലൈക റഫീഖ. നബിമാരുടെ തൊട്ടുടനെ അള്ളാഹു സിദ്ദീഖുകളാണ് പറഞ്ഞത്. അങ്ങേയറ്റത്തെ സത്യസന്ധരും സത്യം കേട്ടാൽ വേഗം സ്വീകരിക്കുന്നവരുമാണ് ആ സിദ്ദീഖുകൾ. അവരുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ അള്ളാഹു രേഖപ്പെടുത്തു വയ്യാക്കും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക. ഫൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ്
വൃത്തികേടുകളിലേക്ക്, മറ്റു തെറ്റുകളിലേക്ക് കൊണ്ടുപോകും. വൈനൽ ഫുജൂറ യഹ്ദീ ഇലന്നാർ, ഫുജൂർ നരകത്തിലേക്കും കൊണ്ടുപോകും. വൈനർ റജുല യക്ദിബ് വയതഹറൽ കദിബ് ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബാ. ഓരോൻ കളവ് പറയും, പിന്നെ കളവ് അവൻ്റെ ശീലമാകും. ഒടുവിൽ അള്ളാഹുവിൽ അവൻ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും. നസ്അലുല്ലാഹൽ ആഫിയ. അതുകൊണ്ട് സിദ്ഖ് വളരെ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറ, നീ സത്യം പറയുക, വലൗ കാന മുറ, അത് കയ്പുള്ളതാണെങ്കിലും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. അള്ളാഹു പറഞ്ഞില്ലേ, ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സാദിഖുകളുടെ കൂട്ടത്തിൽ, സത്യസന്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക. അതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തേതാ? വലസ്സലാസത്തില്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും വളന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി ثم تاب عليهم ليتوبوا. അള്ളാഹു പറഞ്ഞു, ആ 3 പേർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരും. അവർക്ക് ഭൂമിയാകെ കുടുങ്ങിപ്പോയി, അവരുടെ മനസ്സവർക്ക് കുടുങ്ങിപ്പോയി. അള്ളാഹുവിലല്ലാതെ ഒരഭയകേന്ദ്രവുമില്ല, റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരു അഭയകേന്ദ്രവുമില്ല റബ്ബിലേക്കല്ലാതെ എന്നവർക്ക് മനസ്സിലായി. പിന്നീട് അവർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തു. അവർക്ക് പുറത്തു കൊടുക്കാനുള്ള കാരണം എന്താ? തബൂക്ക് യുദ്ധത്തിന് പോകാതിരുന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കഅബ് റളിയല്ലാഹു അൻഹു പോയില്ല. അദ്ദേഹത്തിന് ആ സമയത്ത് മടി വന്നു, അബദ്ധം സംഭവിച്ചു. നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മടിച്ചു, പോയില്ല. നബിയും സഹാബത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മദീനത്തോട്ട് ഇറങ്ങി നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെ സങ്കടപ്പെട്ടു. കാരണം അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ വേറൊന്നും ബാക്കിയില്ല അവിടെ. ആകെ സങ്കടപ്പെട്ടു പോയി, ഞാൻ ഈ കൂട്ടത്തിലായിപ്പോയല്ലോ എന്ന്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ മുനാഫിക്കുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇല്ലാത്ത കളവൊക്കെ പറഞ്ഞ് നബി എന്ത് ചെയ്യും? ലാഹിർ സ്വീകരിച്ച് വെറുതെ വിടും. ഓരോരുത്തരും ഓരോ ഇല്ലാത്ത കള്ളന്യായം പറയും പോകാത്തതിന്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കും, ഒഴിവാക്കും. കഅബ് റളിയല്ലാഹു അൻഹു ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കഅബ് പറഞ്ഞു, എന്നോട് നബി ഒന്ന് ചിരിച്ചു. എങ്ങനത്തെ ചിരിയാ? മുഗ്ളബിൻ്റെ ചിരി, ദേഷ്യമുള്ള ചിരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു. എന്നിട്ട് എന്താണ് ചോദിച്ചപ്പോൾ കഅബ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, ഞാൻ ഇപ്പോൾ കളവ് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ പിന്നീട് അറിയിക്കും. ഇപ്പം നിങ്ങളുടെ ഹുബ്ബ് എനിക്ക് കിട്ടിയാലും പിന്നെ നിങ്ങളുടെ വെറുപ്പ് എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ സത്യം പറയട്ടെ, വല്ലാഹി മാ കാന ലീ മിൻ ഉദ്ർ, എനിക്ക് യാതൊരു ഉദ്ർ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും അന്നി, എണീറ്റ് പോയിക്കോ. പിന്നീടാണ് മുസ്ലിം ഉമ്മത്ത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അവരെ ഹജ്ർ ചെയ്യുന്നത്. ഒരാളും മിണ്ടുന്നില്ല, സലാം പറഞ്ഞു മടക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നില്ല, ഒരാളും ചിരിക്കുന്നില്ല, അടുത്ത കൂട്ടുകാർ പോലും ചിരിക്കുന്നില്ല. വളരെ കൽബിൽ തറക്കുന്ന സംഭവമാണത്. ബുഖാരി മുസ്ലിമും ബാക്കി 4 കിതാബുകളിലൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ട പ്രസിദ്ധമായ സംഭവമാണത്. അങ്ങനെ അദ്ദേഹം ദിവസങ്ങളിങ്ങനെ കഴിച്ചുകൂട്ടി, ആരും മിണ്ടുന്നില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അടുത്ത കൂട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി, സലാം മടക്കില്ല. അങ്ങനെ അതിനിടയിൽ കാഫറായ അയൽ രാജ്യത്തെ രാജാവിൻ്റെ കത്ത് വന്നു കഅബിന്. അവിടെ ഇങ്ങനെ അപമാനം സഹിച്ചിട്ട് കഴിയൊന്നും വേണ്ട, ഇങ്ങോട്ട് പോന്നോ എന്ന് കുഫറിലേക്കുള്ള ക്ഷണം വന്നു. അദ്ദേഹം ഇത് വേറൊരു പരീക്ഷണം തന്നെ എന്ന് പറഞ്ഞാൽ കത്ത് അടുപ്പിൽ കിട്ടും റളിയല്ലാഹു അൻഹു. അങ്ങനെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 50ാമത്തെ ദിവസമായപ്പോൾ അതാ ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഫർജ് വന്നിരിക്കുന്നു, അള്ളാഹുദാ തുറവി തന്നിരിക്കുന്നു. ഒരാൾ കുതിരപ്പുറത്ത് വന്നു, ഒരാൾ ഒച്ചത്തിൽ ഒരു ഉയരത്തിൽ കയറി നിന്നിട്ട് പറയും, യാ കഅബ് അബ്ശിർ, കഅബ് സന്തോഷിച്ചോളൂ. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ തന്നെ സുജൂദിൽ വീണു. എന്തുകൊണ്ടാ? എനിക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ പോംവഴി വന്നിരിക്കുന്നു. അങ്ങനെ സന്തോഷ വാർത്ത വന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ എൻ്റെ വസ്ത്രം എടുത്തിട്ട് കൊടുത്തു. എനിക്കാകെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം റളിയല്ലാഹു അൻഹു മറ്റൊരു വസ്ത്രം കടം വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ബദർ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടുത്തെ സന്തോഷം എന്നാൽ അവിടുത്തെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്തോഷിച്ചോളൂ കഅബ്, ഉമ്മ പെറ്റ ഇന്ന് വരെ ഇത്ര സന്തോഷമുള്ള ദിവസം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവുകയില്ല. അങ്ങനെ സഹാബത്തൊക്കെ അദ്ദേഹത്തിന് ആശംസ പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ രക്ഷിച്ചത് എൻ്റെ സിദ്ഖാണ്, എൻ്റെ സത്യസന്ധതയാണ്, ഞങ്ങളോട് സത്യം പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഇതാ മുതൽ എൻ്റെ തൗബ എന്താണ്? ഞാൻ സത്യമല്ല അതൊരു കാരണവശാലും പറയുകയില്ല എന്നതാണ്. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന് അവസാന കാലത്ത് കാഴ്ച പോയി. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്.
ആ മകനാണ് അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനൊക്കെ കൊണ്ടുപോകാറുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇതാ ഇന്ന് വരെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത ആ കരാർ പാലിച്ചിട്ടുണ്ട്, സത്യം അല്ലാതെ ഞാൻ പറയാറില്ല. ഇനി മരണം വരെ അള്ളാഹു എനിക്കത് പൂർത്തിയാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ആയത്ത് ആ 3 പേർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, മാറ്റി നിർത്തപ്പെട്ട ആ 3 പേർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. കഅബും അദ്ദേഹത്തിനെ പോലെ 2 വേറെ സഹാബിമാരും ഉണ്ടായിരുന്നു, ഒരു കുറച്ച് പ്രായം ചെന്നവരായിരുന്നു. എന്നിട്ട് തൊട്ടടുത്ത ആയത്താണിത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ, ഓ മുഅ്മിനുകളെ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാകൂ. കളവ് പറയുക എന്നുള്ളത് മുസ്ലിമിന് ചോദിച്ചല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാ? ഇതാ ഈ മലയുടെ അപ്പുറത്ത് നിന്ന് നിങ്ങളൊരു സൈന്യം ആക്രമിക്കാൻ വരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരെല്ലാവരും പറഞ്ഞു ഉറപ്പായി വിശ്വസിക്കും. മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖാ, കാരണം താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് സത്യസന്ധതയല്ലാതെ സിദ്ഖല്ലാതെ ഇതുവരെ അനുഭവമില്ല. അപ്പോൾ അവിടുത്തെ സിദ്ഖ്, അവിടുത്തെ സത്യസന്ധത, അത് മുന്നിൽ വെച്ചിട്ടാണ് അവിടുത്തെ ദഅവത്ത്. ഈ സിദ്ഖ് എങ്കിലിതാ ഞാൻ പറയുന്നു, ഫഇന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ താക്കീതുകാരനാകുന്നു ഞാൻ, പരലോകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന റസൂലാകുന്നു ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് സിദ്ഖിൻ്റെ ആളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഹിലിയത്തിൽ പോലും, ആ ജാഹിലിയത്തിൽ ആളുകൾ പോലും നബി വിളിച്ചെന്താ? അസ്സാദിഖുൽ അമീൻ, സത്യസന്ധൻ, അൽ അമീൻ, വിശ്വസ്തൻ. അപ്പം ഇത് ഇസ്ലാമിൻ്റെ സ്വഭാവങ്ങളാണ്, ഇസ്ലാമിൻ്റെ ഖുൽഖാണ് സിദ്ഖും അമാനത്തും എന്നത്. അത് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് ദീൻ സ്വീകരിക്കപ്പെടില്ല. നോക്കൂ, നമ്മൾ പഠിക്കുന്ന, നമ്മൾ വായിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് സഹിഹാകുന്നത് എപ്പോഴാണ്? അതിലെ പരമ്പരയിൽ ഓരോരുത്തരും സിദ്ഖിൻ്റെ ആളുകളായാലാണ്, അവർ സിദ്ഖിൻ്റെയും അതുപോലെ ബബ്തിൻ്റെയും ആളുകൾ ആയാലാണ്. സിദ്ഖ് മാത്രമല്ല ബബ്തും. സിദ്ഖ് എന്താ? സത്യസന്ധത. അത് മാത്രം പോരാ ഹദീസ് സ്വീകരിക്കാൻ, ബബ്തും കൂടി വേണം. സത്യസന്ധനായ മാത്രം പോരാ, നല്ല ഓർമ്മശക്തിയും പറയുന്നതിൽ കൃത്യതയുള്ള ആളായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുകയോ മറന്നുപോകുന്ന ആളും ആയാൽ ആ ഹദീസിൻ്റെ ദറജ താഴേക്ക് വരും. സിദ്ഖ് അതില്ലാത്ത ആ സിദ്ദീഖുകളായ സാദിഖുകളായ മനുഷ്യന്മാരിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഈ ദീൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സിദ്ഖില്ലാത്ത ആളുകളാണ് നമുക്കും നബിക്കും ഇടയിലെങ്കിലോ സ്വീകരിക്കും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. മറിച്ച് ഇതെല്ലാം ഈ ദീൻ അത് തന്നെ സിദ്ഖിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനെതിരാണ് നമ്മൾ കളവ് പറയുക, ചെയ്യാത്ത വാഗ്ദാനങ്ങൾ ചെയ്യുക എന്നതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ ആയത്തിൽ അത് വ്യക്തമായി വിലക്കുന്നു. അതുപോലെ പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ആണ് ഈ ആയത്ത് ഇറങ്ങിയത്, യുദ്ധത്തിൻ്റെ വിഷയത്തിൽ. ഇബ്നു കസീർ പറഞ്ഞു, വഹമലുൽ ആയ അല അന്നഹ നസലത് ഹീന തമന്നൗ ഫരീദത്തുൽ ജിഹാദ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ യുദ്ധം നിർബന്ധമാകാൻ ആഗ്രഹിച്ചു. ഫലമ്മ ഫൂറിദ നക്കല അൻഹും ബഅദുഹും, എന്നാൽ നിർബന്ധമായപ്പോൾ പലരും പിന്നോട്ട് പോയി. അതിനെക്കുറിച്ച് സൂറത്തു നിസായിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ് സ്വലാത വആതുസ് സകാത. നിങ്ങൾ കണ്ടില്ലേ ഒരു കൂട്ടരെ, അവരോട് ആദ്യം കൽപ്പിക്കപ്പെട്ട എന്തായിരുന്നു? കുഫു ഐദിയകും, നിങ്ങളുടെ കൈകൾ അടക്കി വെക്കുക, യുദ്ധം ചെയ്യരുത്. കുഫു ഐദിയക്കും. എന്തുകൊണ്ടാ? മുസ്ലിമീങ്ങൾക്ക് ഖുവ്വത്തില്ല, അവർക്കതിനുള്ള ശക്തിയില്ല, അവർക്ക് അധികാരമോ ഒരു സുശക്തമായ ഭരണകൂടമോ നേതൃത്വമോ ഇല്ല. അപ്പോൾ ആ സമയത്ത് എന്താ? കഫുല്യത്ത്, അടങ്ങിയിരിക്കുക എന്നതാണ് ദീനിനും ദുനിയാവിനും എല്ലാം നമുക്ക് ഖൈർ, അല്ലെങ്കിൽ നാശമായിരിക്കും. ഇപ്പോൾ ചില വിവരദോഷികൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതുപോലെ ഇത് പറ്റൂല, റോട്ടിലിറങ്ങണം, തെരുവിലിറങ്ങണം എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്ന ആളുകൾ. എന്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ ദീനിലെ ഖായിദകൾ, അടിസ്ഥാനപരമായ നിയമങ്ങൾ, ഈ ദീനിലെ ഉറച്ച തൂണുകൾ, അതെങ്ങനെയാണ് നമുക്ക് പ്രയാസകരമായ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ദീനിൻ്റെ അസ്ൽ എങ്ങനെയാണ് ഇല്ലാതായി പോവുക? അത് മാറുക എങ്ങനെയാണ്? പുതിയ വഹി ഇറങ്ങിയോ? പുതിയ ഹദീസുകൾ വല്ലതും കിട്ടിയോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഖൈറായ നിലപാട്, അവർക്ക് ഭരണവും ശക്തിയും ഒന്നുമില്ലാത്ത നാടുകളിൽ അവർ ഒതുങ്ങി കഴിയുക, അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് മുസ്ലിം ഉമ്മത്തിന് ഖൈർ.
അത് ആർക്കും അത് ചിന്തിച്ചാൽ അത് വല്ലാതെ ദീനൊന്നറിയില്ലെങ്കിലും ഒരല്പം ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നാശമായിരിക്കും ഫലം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനുണ്ടായ പ്രയാസങ്ങളിൽ ഏറ്റവും അധികം വേദനിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിലെ ഇൽമുള്ള ആളുകളാണ്. അവരാണ് നമുക്ക് ഈ ശരിയായ നിലപാട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കുഴപ്പത്തിൻ്റെ നിലപാടല്ല. പ്രത്യേകിച്ച് അറബ് നാടുകളിൽ മുസ്ലിം ഉമ്മത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോര ചിന്താനും ഭരണകൂടത്തിന് എതിരിൽ അവർ കലാപമുണ്ടാക്കാനും ഇറങ്ങാനുണ്ടായ ആധുനിക കാലത്തെ പ്രധാനപ്പെട്ട കാരണം അവർ ഇതിനൊക്കെ ആഹ്വാനം ചെയ്തത് ഈ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അവരത് അഭിമാനത്തോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അതേ നാശത്തിലേക്ക് കണ്ടും കേട്ടും പഠിച്ചും അറിഞ്ഞ നമ്മൾ നീങ്ങാൻ പാടില്ല. വലിയ ബുദ്ധിമോശമാണത്. നമുക്കുണ്ടായ ദുരന്തം അത് വീണ്ടും വീണ്ടും വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് പോകാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അങ്ങനെ കഫുൽ ഐദി കൈകളടക്കി വെക്കാനും നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പിക്കപ്പെട്ടപ്പോൾ നോക്ക്, അള്ളാഹു യുദ്ധം കൽപ്പിക്കാത്ത കാലത്ത് മുസ്ലിങ്ങളോട് കൽപ്പിച്ചെന്താ? കുഫു ഐദിയക്കും, കൈകളടക്കി വെക്കുക. വഖീമുസ് സലാഹ്, നിസ്കരിക്കുക. വആതു സക്കാ, സക്കാത്ത് കൊടുക്കുക. എന്താ സലാത്തിലും സക്കാത്തിലും മുസ്ലിം ഉമ്മത്തിൻ്റെ സ്ഥിതി എന്താ? ചിന്തിച്ചു നോക്ക്. അവനവന് യാതൊരു പ്രയാസവുമില്ലാത്ത ദീൻ നടപ്പിലാക്കാൻ ആരും ബുദ്ധിമുട്ടിക്കാത്ത കാര്യങ്ങൾ അതിന് അള്ളാഹിനെ അനുസരിക്കാൻ അവന് തയ്യാറല്ല പലരും, ഒരുപാട് മനുഷ്യന്മാർ. എന്നിട്ട് ഇവനാണത്രേ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ പോകുന്നത്. നല്ല രസമുണ്ടാവും ഈ ആളുകളെയും കൂട്ടി മുസ്ലിം ഉമ്മത്ത് ഇറങ്ങിയാൽ. അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെ കിട്ടാനാണ്? എങ്ങനെയാണ് റബ്ബിൻ്റെ സഹായം കിട്ടുക? ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയാണ് ചില ആളുകൾ അതിൽ നിന്നാണ് പിന്നോട്ട് പോയത്. എന്താ ഉണ്ടായത്? ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, മുസ്ലിമീങ്ങൾക്ക് പരാജയമുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന അതിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ 1000 കൽപ്പനകൾ അനുസരിക്കാത്ത ദീനിൻ്റെ അടിസ്ഥാന സംഭവങ്ങളായ കാര്യങ്ങളിൽ നിന്ന് പോലും തിരിഞ്ഞു കളയുന്ന മുസ്ലിമീങ്ങളാണ് ഇന്ന് ബഹുഭൂരിപക്ഷം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവുക? അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊരിക്കലും ശത്രുവിൻ്റെ അമൽ, ശത്രുവിൻ്റെ ക്രൂരത നിസാരമാക്കാനല്ല, അവരുടെ ചെയ്തി അതിൻ്റെ വീര്യം കുറക്കാനല്ല ഇത് പറയുന്നത്. മറിച്ച് ഈ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ സഹായം അല്ലാതെ നമുക്കൊന്നുമില്ല. അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയാലല്ലാതെ നമ്മൾ വിജയിക്കുകയില്ല, നമ്മൾ രക്ഷപ്പെടുകയില്ല. ഈ ഉമ്മത്തിന് ആവശ്യം എന്താണ്? ഈ ഉമ്മത്തിന് ആവശ്യം തെരുവിലിറങ്ങുന്ന ആളുകളല്ല. ഈ ഉമ്മത്തിന് ആവശ്യം കുറേ ആവേശക്കാരല്ല. ഈ ഉമ്മത്തിന് ആവശ്യം അള്ളാഹുവിൻ്റെ സഹായമാണ്. അള്ളാഹുവിൻ്റെ സഹായമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും ഇൻ യൻസുർകും അല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. വയഖ്ദുൽകും, അവൻ നിങ്ങളെ കൈവിട്ടാൽ ഫമൻ ദല്ലദി യൻസുർകും മിൻ ബഅദി, ആരുണ്ട് അവന് പുറമെ, അവനല്ലാതെ നിങ്ങളെ സഹായിക്കാൻ? അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. കാര്യങ്ങൾ കിതാബും സുന്നത്തും വെച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ആളുകൾ പടച്ചുവിടുന്ന കാര്യങ്ങൾക്കോ വാർത്തകൾക്കോ അതിനനുസരിച്ചല്ല നമ്മുടെ ദീൻ തീരുമാനിക്കേണ്ടത്. ദീൻ തീരുമാനിക്കേണ്ടത് കിതാബും സുന്നത്തും അനുസരിച്ചിട്ടാണ്. മുൻഗാമികൾ പഠിപ്പിച്ച് അവർ കിതാബും സുന്നത്തും മനസ്സിലാക്കിയതുപോലെയാണ്. നസലുല്ലാഹ തൗഫീഖ്. ഫലമ്മ കുതിബ അലൈഹിമുൽ ഖിതാലു, എന്നാൽ അവരോട് യുദ്ധം കൽപ്പിക്കപ്പെട്ടപ്പോൾ ഇദാ ഫരീഖും മിൻഹും, അവർ ഒരു കൂട്ടർ അതാ യഖ്ശൗന അന്നാസ, ജനങ്ങളെ പേടിക്കുന്നു, കഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ, ഔ അശദ്ദ ഖശിയ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം പേടിക്കുന്നു. വഖാലു, അവർ ചോദിക്കുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലിമ കതബ്ത അലൈനൽ ഖിതാൽ, എന്തിനാണ് റബ്ബേ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? ലൗലാ അഖർതന ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം നീട്ടി തന്നിരുന്നുവെങ്കിൽ. ഖുൽ, പറയൂ നബിയെ, മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാവിൻ്റെ മതാ അത് വളരെ കുറച്ചാണ്, ദുനിയാവിൻ്റെ വിഭവം. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖ, അല്ലാഹ് സൂക്ഷിച്ചവർക്ക്, തഖ്വ പാലിച്ചവർക്ക് ആഖിറത്താണ് ഖൈർ. വലാ തുദ്ലമൂന ഫതീല, ഒരൽപ്പം പോലും ആഖിറത്തിൽ നിങ്ങളോട് അനീതി കാണിക്കപ്പെടുകയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇതിനവർ പേടിച്ചത് മരണം പേടിച്ചിട്ടാണല്ലോ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് മരണം വരും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഭദ്രമായി കെട്ടിയ വലിയ ബുറൂജുകളിലാണ് നിങ്ങളെങ്കിലും.
വലിയ കോട്ടകളിലാണ് നിങ്ങളെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. അതുകൊണ്ട് മരണം പേടിച്ചിട്ടാണോ അള്ളാഹു കൽപ്പിച്ച ഖിതാലിന് പോകാത്തത്? കാര്യമില്ല. അതുപോലെ അള്ളാഹു പറഞ്ഞു സൂറത്ത് മുഹമ്മദിൽ, വയഖൂലു അല്ലദീന ആമനു ലൗലാ നുസ്സിലത് സൂറ, മുഅ്മിനുകൾ ചിലർ പറഞ്ഞു ഒരു സൂറത്ത് ഇറങ്ങിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, യുദ്ധം കൽപ്പിക്കുന്ന സൂറത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ ഫൈദ ഉൻസിലത് സൂറത്തും മുഹ്കമത്തുൻ വദുകിറ ഫീഹൽ ഖിതാൽ, എന്നാൽ മുഹ്കമത്തായ സംശയമില്ലാത്ത ഒരു സൂറത്ത് ഇറങ്ങുകയും വദുകിറ ഫീഹൽ ഖിതാൽ, അതിൽ യുദ്ധം പരാമർശിക്കപ്പെടുകയും ചെയ്താൽ റഅയ്ത, നിനക്ക് കാണാം, അല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഖൽബിൽ രോഗമുള്ളവരെ, യൻദുറൂന ഇലൈക, നിന്നെ നോക്കുന്നവരായി, നദറൽ മഗ്ശിയ അലൈഹി മിനൽ മൗത്ത്, മരണം വന്നാൽ ആളുകളുടെ നോട്ടങ്ങനായിരിക്കും, കണ്ണ് അതുപോലെ പേടിച്ച് നോക്കുന്നത് കാണാൻ. ഇവർ ആദ്യം ഇത് അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞവരായിരുന്നു. താലൂത്തിനെ അള്ളാഹു രാജാവാക്കി നിശ്ചയിച്ചു കൊടുത്ത ആ കൗം അവരങ്ങനെയായിരുന്നു. ആദ്യം അള്ളാഹിനോട് രാജാവിനെ ഏർപ്പെടുത്തി തരാനും യുദ്ധം നിർബന്ധമാക്കാനും അവരുടെ നബിയോട് ആവശ്യപ്പെട്ടു. പക്ഷെ നിർബന്ധമായപ്പോൾ പിന്നോട്ടേക്ക് പോയി. عن ابن عباس رضي الله عنه അദ്ദേഹം പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ എന്ന ആയത്തിനെ കുറിച്ച്, കാന നാസു മിനൽ മുഅ്മിനീന ഖബല അൻ യുഫ്റദ അൽ ജിഹാദ് യഖൂലൂന ലൗ വദിദ്നാ അന്ന അല്ലാഹ ദല്ലനാ അലാ ഹിബ്ബിൽ അഅമാലി ഇലൈഹി ഫനഅമല ബിഹി, അള്ളാഹു അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമൽ നമുക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു എന്ന് യുദ്ധം നിർബന്ധമാകുന്നതിന് മുമ്പ് ചില മുഅ്മിനുകൾ പറഞ്ഞു. ഫഅഖ്ബറല്ലാഹു നബിയഹു അന്ന അഹബ്ബൽ അഅമാലി ഈമാനുൻ ബിഹി ലാ ശക്ക ഫീഹി, അള്ളാഹു നബി അറിയിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സംശയമില്ലാത്ത ഈമാനാകുന്നു. ഈമാനിനിവിടെ എന്താ വിളിച്ചത്? അമൽ ഈമാന്റെ ഭാഗമാണ്. വജിഹാദു അഹ്ലി മഅസിയതിഹി അല്ലദീന ഖാലഫുൽ ഈമാന വലം യുഖിറു ബിഹി, അതുപോലെ ഈമാനിനെ നിഷേധിച്ച, ഈമാൻ അംഗീകരിക്കാത്ത മഅസിയത്തിന്റെ ആളുകളോടുള്ള പോരാട്ടവും ജിഹാദും അള്ളാഹു കൽപ്പിച്ചു. ഫലമ്മ നസലൽ ജിഹാദു കരിഹ ദാലിക നാസു മിനൽ മുഅ്മിനീന വശഖ അലൈഹിം അംറുഹു, എന്നാൽ അത് നിർബന്ധമായപ്പോൾ ചില മുഅ്മിനുകൾക്ക് അത് പ്രയാസമായി. അപ്പോൾ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നേരത്തെ പറഞ്ഞെന്താണ് ഇപ്പോൾ ചെയ്യാത്തത്? ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുനിയാനും മർസൂസ്. ഇങ്ങനൊരു കാരണം ഈ ആയത്തിൽ ഇറങ്ങാനുണ്ടായതുകൊണ്ടാണ് തൊട്ടുടനെ അള്ളാഹു എന്തു പറഞ്ഞത്? ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു, അല്ലദീന യുഖാതിലൂന, യുദ്ധം ചെയ്യുന്നവരെ, ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ, സഫൻ, അണിയായിക്കൊണ്ട്, കഅന്നഹും ബുനിയാനും മർസൂസ്, അവർ ഭദ്രമായ ഒരൊറ്റ കെട്ടിടം പോലെ നിന്നുകൊണ്ട്, അണിയായി നിന്നുകൊണ്ട്, വിടവില്ലാതെ നിന്നുകൊണ്ട്. ഇബ്നു കസീർ പറഞ്ഞു, ഫഹാദ ഇഖ്ബാറു മിനല്ലാഹി തആല, ഇത് അള്ളാഹു ഇതിലൂടെ അറിയിച്ചു തരുന്നു, ബിമഹബ്ബതിഹി ഇബാദഹുൽ മുഅ്മിനീൻ, അവൻ്റെ മുഅ്മിനുകളായ അടിമകളോടുള്ള അവൻ്റെ മഹബ്ബത്ത്, സ്നേഹം. ഇദാ സഫു മുവാജിഹീന ലിഅദാഇല്ലാഹ് ഫി ഹൗമത്തിൽ വഗാ, യുദ്ധഭൂമിയിൽ ശത്രുക്കൾക്കെതിരിൽ അവർ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള മുഅ്മിനുകൾ അവൻ ഇഷ്ടപ്പെടുന്നു. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. മൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിനെ നിഷേധിച്ചവരോട്. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടി. വദീനഹു ഹുവ അല്ലാഹിർ അൽ ആലി അലാ സായിരിൽ അദിയാൻ, എല്ലാ ദീനുകൾക്കും മുകളിൽ അള്ളാഹുവിൻ്റെ ദീൻ ഉയർന്നു നിൽക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അതിൻ്റെ നിബന്ധനകൾ അത് ശരിയായാലല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞ് ആളുകൾ കാട്ടിക്കൂട്ടുന്നത് ഒരിക്കലും ജിഹാദല്ല. അത് മുസ്ലിമീങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും അതുകൊണ്ട് നാശമാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കലും മക്കയിൽ നിന്ന്, അവർക്ക് ഭരണവും ശക്തിയും അധികാരവും ഇല്ലാത്ത മക്കയിൽ 13 വർഷക്കാലം കഴിച്ചുകൂട്ടിയിട്ടും അവർക്കവിടെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അവരായുധമെടുത്തിട്ടില്ല, ഒരു യുദ്ധം ചെയ്തിട്ടില്ല. മറിച്ച് മദീനയിൽ ചെല്ലുകയും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെടുകയും മുസ്ലിം ഉമ്മത്തിന് ഖുവത്ത് ലഭിക്കുകയും ചെയ്തു. അപ്പോഴും അള്ളാഹു പടിപടിയായിട്ടാണ് അവരോട് യുദ്ധം കൽപ്പിച്ചത്. ആദ്യം ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ മാത്രം പ്രതിരോധിക്കാൻ പറഞ്ഞു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ മുമ്പ് ദ്രോഹിച്ചവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിമീങ്ങളായ ശക്തിയുള്ള ഭരണാധികാരികളോട് അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള നാടുകളിലേക്ക് ആ ദീനും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ആ നാടുകളെ യുദ്ധത്തിലൂടെ മോചിപ്പിക്കാൻ പറഞ്ഞു. ആ യുദ്ധം യഥാർത്ഥത്തിൽ അവർക്കാണ് ഖൈർ,
കാരണം അവരെ ഇരുട്ടിൽ നിന്ന്, കുഫറിൻ്റെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കാനാണിത്. അള്ളാഹു അവതരിപ്പിച്ച ദീൻ അത് ലോകത്ത് പരത്താൻ വേണ്ടി, ആ വെളിച്ചം പരത്താൻ വേണ്ടിയാണ്. അത് അള്ളാഹു കഴിവുള്ള ഭരണാധികാരികളോട് അള്ളാഹു അതിന് കൽപ്പിച്ചു. മുസ്ലിമീങ്ങൾക്ക് ശക്തിയും കഴിവില്ലാത്ത കാലത്ത് ഭരണാധികാരിക്ക് കൂടി ഇത് നിർബന്ധമല്ല. ഭരണം ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ ശക്തി ഉണ്ടാവില്ല. ഇന്നത്തെ മുസ്ലിം ഭരണകൂടങ്ങളുടെ സ്ഥിതി പോലെ. കാരണം അവർക്കെന്തില്ല, കുഫാറുകൾ അവരുടെ അവർ വിൽക്കുന്ന ആയുധങ്ങൾ അതിനേക്കാളും വലിയ തോൻ ഉണ്ടാക്കിയിട്ടല്ലാണ്ട് ഇത് വിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അവർ വിറ്റ ആയുധങ്ങളാണ് മുസ്ലിം ഭരണാധികാരികളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഭരണകൂടങ്ങൾക്ക് പോലും ഈ ശക്തിയില്ലെങ്കിൽ നാശമാണ് വരിക എങ്കിൽ അള്ളാഹു കൽപ്പിച്ച ഇത് നിർബന്ധമല്ല. പിന്നെ എങ്ങനെയാണ് ഇതും കൂടി ഇല്ലാത്ത, ഭരണം കൂടി ഇല്ലാത്ത ആളുകൾ കുറേ പാർട്ടി ഉണ്ടാക്കി സംഘം ചേർന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് നാശമാണ്. മാത്രമല്ല അത്തരം ആളുകളിൽ നമ്മൾ കാണുന്നത് ചതിയും അതുപോലെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത പല പ്രവർത്തനങ്ങളാണ്. പല നാടുകളിൽ പോയി സ്ഫോടനം നടത്തുക, അവിടുത്തെ വിസ എടുത്ത് അവരുമായുള്ള കരാറിൽ ആ നാട്ടിൽ ചെന്ന് ആ നാട്ടിൽ ബോംബ് പൊട്ടിക്കുക. ഒരിക്കലും ഇസ്ലാമിൻ്റെ ഒരു മഖാസിദുകളോടും ഇസ്ലാമിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളോടും യോജിക്കാത്ത തനി ചതിയും അതുപോലെ മോശമായ പ്രവർത്തനങ്ങളുമാണ് അത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ അതല്ല അള്ളാഹുവിൻ്റെ കിതാബിനും സുന്നത്തിനും വന്ന ജിഹാദും ഖിതാലും എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിമീങ്ങൾ അത് മനസ്സിലാക്കിയവരാണ് എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിൽ 1% പോലും വരികയില്ല ഇത്തരം ആളുകൾ. ഈ കുഴപ്പക്കാർ മുസ്ലിം ഉമ്മത്തിൽ 1% പോലും വരാത്തവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളും അറിയുന്നതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അത് വലുതാക്കി കാണിക്കും. എന്തിനു വേണ്ടി? കാരണം അതില്ലെങ്കിൽ നോക്ക്, ഈ ദീൻ സ്വീകരിക്കാൻ ജനങ്ങൾക്ക് ഇതിനേക്കാളും വളരെ എളുപ്പത്തിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ വരുമായിരുന്നു. ഇത്രത്തോളം പുകിലുണ്ടാക്കിയിട്ടുണ്ട് എത്രയോ ആളുകൾ ദിനേന അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരുന്നു. സ്ത്രീകൾ അടിച്ചമർത്തുന്ന ദീനാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. പക്ഷെ കണക്കുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ദീനിലേക്ക് വരുന്നത് സ്ത്രീകളാണെന്നാണ്. ഇവരുടെ പഠിച്ച മണി 18 നോക്കിയിട്ടും അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ ഉറപ്പിച്ചു നിർത്തി അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. അഭിമാനത്തോടെ അവർ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നു. എന്ത് പണിയെടുത്തിട്ട് എന്ത് കാര്യം? എന്ത് കുപ്രചരണങ്ങൾ നടത്തിയിട്ട് എന്ത് കാര്യം? കാരണം അള്ളാഹു ഹുദ നൽകാൻ തീരുമാനിച്ചവർക്ക് അത് ലഭിക്കും. പക്ഷെ ഒരുപാട് ആളുകളെ, ചില ആളുകളെയെങ്കിലും പല ആളുകളെയും ഈ ദീനിനെ കുറിച്ച് പഠിക്കാതിരിക്കാൻ, ഈ ദീനിലേക്ക് അടുക്കാതിരിക്കാൻ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് കഴിഞ്ഞേക്കും. അതുകൊണ്ടാണ് അവരിത് വലുതാക്കി കാണിക്കുന്നത്. സ്ഫോടനങ്ങളും ഇതുപോലെ ഈ തീവ്രവാദ കക്ഷികളുടെ പ്രവർത്തനങ്ങളും വലുതാക്കി കാണിക്കുന്നു. കാരണം എന്താ? വിവരം കുറഞ്ഞ, വലിയ വിവരമൊന്നുമില്ലാത്ത സാധുക്കളായ മുസ്ലിങ്ങളുടെ ജീവിതം കണ്ടാൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ദീനിലേക്ക് കടന്നു വരും. അവരുടെ പരസ്പര സഹകരണവും അവരുടെ നിസ്കാരവും അവരുടെ സക്കാത്തും അവരുടെ ജീവിതവും ഇതെല്ലാം കണ്ടാൽ തന്നെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതാണ്. കാരണം കുഫാറുകളുടെ സ്ഥിതി നമുക്കറിയാം, അവരുടെ കുടുംബ വ്യവസ്ഥിതി നമുക്കറിയാം, അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതി നമുക്കറിയാം. മദ്യവും കള്ളു കുടിച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടൊക്കെ ഇങ്ങനെ തീർന്നു പോകുന്ന ജീവിതങ്ങൾ. അപ്പോൾ ഈ ആളുകൾ അവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരാൻ വളരെ ആളുകൾ പെട്ടെന്ന് ഈ ദീനിലേക്ക് കടന്നു വന്നേക്കും. അതിനെ തടഞ്ഞു നിർത്താനാണ് ഇത്തരം ന്യൂനപക്ഷത്തിൻ്റെ മുസ്ലിമീങ്ങളിലെ വളരെ ചെറിയ 1% പോലും വരാത്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ വലുതാക്കി കാണിക്കുന്നത്. അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ചെയ്യാത്തത് പറയുന്നത് അല്ലാഹു വിലക്കിയതിൽ ഇതുകൂടി ഉൾപ്പെടുന്നു. അതായത് ചില മുൻഗാമികൾ പറഞ്ഞു, നസലത് തൗബീഖൻ ലിഖൗമിൻ കാനൂ യഖൂലൂന ഖതൽനാ വദറബ്നാ വതഅന്നാ വഫഅൽനാ. ചില ആളുകൾ പഴയ കാലത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ഇത്ര കുത്തി, ഇത്ര കൊന്നു എന്നൊക്കെ വീമ്പ് പറയുമായിരുന്നു. അവരെ കുറിച്ചുകൂടിയാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഖൈർ, അവർക്ക് ഒരു കാര്യം നിർബന്ധമല്ലാതിരിക്കുന്ന കാലത്ത് അത് അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നു എന്ന് പറയുക. പക്ഷെ അള്ളാഹിൻ്റെ കൽപ്പന വന്നാൽ അത് ചെയ്യാതിരിക്കുക. ചില ആളുകൾ എനിക്ക് അത്ര പൈസ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, കിട്ടിയാലോ ഒന്നും ചെയ്യില്ല. അതുപോലെ വാഗ്ദാനങ്ങൾ ലംഘിക്കുക, അതുപോലെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുക. ഒരു ഖൈർ അവൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ചെയ്തു എന്ന് പറയുക. ഇതെല്ലാം അള്ളാഹു പറഞ്ഞ ഈ ആയത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെയാണ്
അവനവൻ ചെയ്യാത്തത് ജനങ്ങളോട് കൽപ്പിക്കുക എന്നത്. അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ അത് മറന്നു പോവുകയുമാണോ? വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ കിതാബ് ഓതുന്നവരാണല്ലോ. വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണോ എന്ന് അള്ളാഹു ചോദിച്ചു. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻ ഇൻ ഉരീദു ഇല്ല അൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. നിങ്ങളോടൊരു കാര്യം ഞാൻ വിലക്കുകയും എന്നിട്ട് ഞാനത് ചെയ്യുകയും ചെയ്യുക, അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 3 ആയത്തുകൾ കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നവരെ അള്ളാഹു ഉണർത്തിയിരിക്കുന്നു. സലഫുകൾ മുൻഗാമികൾ പറഞ്ഞതാണ്. ആരെങ്കിലും അവനവൻ ചെയ്യാത്തത് നാട്ടുകാരോട് പറയുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ ഈ 3 ആയത്തുകൾ അവനെതിരിൽ തെളിവായി വരും. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. 2 സൂറത്തുൽ ബഖറയിലെ ആയത്ത്, തഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. 3 ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കായി അള്ളാഹു പറഞ്ഞ ആയത്ത്, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് എന്ന ആയത്ത്. അത് വളരെ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ കഴുതാസുകളിലും ചുറ്റും ചുറ്റുന്നത് പോലെ അവനവൻ്റെ കുടൽമാലയും എടുത്ത് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും എന്നിട്ടത് ചെയ്യാതിരിക്കുകയും ജനങ്ങളോട് തിന്മ വിരോധിക്കുകയും എന്നിട്ടത് രഹസ്യമായി ചെയ്യുകയും ചെയ്തവന് നരകത്തിൽ ഈ ശിക്ഷയും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അയാൾക്ക് ജീവിതത്തിലൊരു തിന്മ സംഭവിച്ചു പോകുന്നു. അയാൾ ഒരു തിന്മ, ആ തിന്മ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടു, അവനത് വിലക്കണോ വേണ്ടേ? ഒരാൾക്കൊരു തിന്മ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. അയാൾക്ക് ആ തിന്മയിൽ ഖേദമുണ്ട്. അയാൾ വേറൊരുത്തിന് അതേ തിന്മ ചെയ്യുന്നുണ്ടു, വിലക്കണോ വേണ്ടേ? അവനത് വിലക്കാതിരുന്നാൽ 2 തെറ്റ് ചെയ്തു. എന്തൊക്കെ 2 തെറ്റ്? ഒന്ന് ആ തിന്മ ചെയ്തു, പിന്നെ ഒന്ന് തിന്മ വിലക്കാതിരുന്നു. 2 തെറ്റ് ചെയ്യലാണോ 1 തെറ്റ് ചെയ്യലാണോ വീര്യം കുറഞ്ഞത്? അപ്പം അങ്ങനെയല്ല, മറിച്ച് തിന്മ അവൻ വിലക്കുകയാണ് വേണ്ടത്. കാരണം ഈ തിന്മ വിലക്കുക എന്നത് അവൻ ആ തിന്മ ഉപേക്ഷിക്കാൻ അവനെ സഹായിക്കും. കാരണം പിന്നെ അവനത് ചെയ്യുമ്പോൾ തോന്നും, ഞാനിത് ചെയ്യരുതെന്ന് പറയുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യരുത്. ഇങ്ങനെയാണ് ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ ഉൾട്ട മനസ്സിലാക്കരുത്. നേരെ തിരിച്ചു മനസ്സിലാക്കി എന്താ ഉണ്ടാകുക? തനി ഫാസിഖായി പോവുകയാണ് ചെയ്യുക. കാരണം എന്താ? ഇവൻ ആ തിന്മ ചെയ്യുന്ന ജനങ്ങൾ ചെയ്യുന്നുണ്ടാ തടയുകയില്ല, തിന്മ തടയാതിരിക്കുക എന്ന തെറ്റുകൂടി ചെയ്തു. പിന്നെയോ ഞാൻ ഇതൊന്നും പറയാത്ത ആളല്ലേ, എനിക്കെന്തും ചെയ്യാലോ എന്ന രൂപത്തിൽ താനി ഫാസിഖായി മാറിയേക്കും. മറിച്ച് അങ്ങനെയല്ല അതിനെടുക്കേണ്ടത്. നേരെ തിരിച്ചിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. തിന്മ വിലക്കുകയും നന്മ കൽപ്പിക്കുകയാണ് വേണ്ടത്. കാരണം എന്താ? ആ പ്രവൃത്തി, ആ ഖൈർ നിന്നെ മറ്റേ ഖൈറിലേക്ക് നയിക്കും. നന്മ ചെയ്യാനും തിന്മ വിലക്കാനും നിന്നെ സഹായിക്കും. അങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.